ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിയൽ മാഡ്രിഡ് വേഴ്സസ് സെവിയ മത്സരത്തെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഗായ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലാലിഗയിൽ അവസാനമായി നടന്ന റിയൽ മാഡ്രിഡ് വേഴ്സസ് സെവിയ മത്സരം 4-2 എന്ന ഗോൾ സ്കോറിനായിരുന്നു റിയൽ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ ഒരു വിജയത്തോടു കൂടി ലാലിഗ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. നിലവിൽ 1ാം സ്ഥാനത്ത് 41 പോയിന്റുകളുമായി അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. റിയൽ മാഡ്രിഡ് വേഴ്സസ് സെവിയ മത്സരം വാച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് മച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് കുറച്ച് ഫീൽ ചെയ്തു. റിയൽ മാഡ്രിഡിൻ്റെ കാര്യമാണ് പറയുന്നത്. റീസെൻ്റ്ലി കളിച്ച ഒരുപാട് മാച്ചായിട്ട് ഈ ഒരു മാച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പഴയ ഒരു ഫോമിലേക്കുള്ള ഒരു ചവിട്ടുപിടി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഫോമിലേക്ക് വന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ സെവിയുടെ ആ ഒരു ഗെയിം പ്ലേയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഇഞ്ചറീസും പ്രോബ്ലം അവർക്ക് ഓൾറെഡി ആദ്യ ലെവലിൽ കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സിന് ഇഞ്ചറീസ് ആയിട്ട് പുറത്താണുള്ളത്. പക്ഷേ അത് നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ചില സമയത്ത് മണ്ടത്തരങ്ങൾ മാത്രം കാണിക്കുന്നതെന്ന് എനിക്ക് ഇത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്ത കാര്യമാണ്. ആ കാർലോ ആഞ്ചലോട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ എടുത്ത് പറയാനാണെങ്കിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഒരിക്കലും പ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലെയറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അത് ലൂക്കാസ് വാസ്കിസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പുള്ളീനെ കൊണ്ട് ആ ഒരു പൊസിഷൻ ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഓക്കെ, ലീഗിലൊക്കെ അത്യാവശ്യം റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഒരു ബിഗ് മാച്ച് വരുന്ന സമയത്ത് ആ ഒരു പൊസിഷനിൽ പുള്ളീനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്ന് ഒരുപാട് മാച്ചസിൽ പുള്ളി തന്നെ തെളിയിച്ച കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു മിലിറ്റാവോ ആ ഒരു പൊസിഷനിലേക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല? വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചൗമനി എന്നുള്ള ഒരു പ്ലെയറിൻ്റെ കാര്യത്തിലേക്ക് വരാം. പുള്ളി ഫ്രഞ്ച് സ്ക്വാഡിലായാലും അതുപോലെ അതിന് മുന്നേ കളിച്ച ക്ലബിലായാലും സെൻട്രൽ മിഡ്ഫീൽഡർ ഓർ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ റോളിൽ മാത്രം കളിച്ച ഒരു പ്ലെയറാണ്. പക്ഷേ പുള്ളിയുടെ എല്ലാ സമയത്തും സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിപ്പിച്ചതിന് ഒരിക്കലും സക്സസ് ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി ആ ഒരു പൊസിഷനിലല്ല ഇതുവരെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ചില സമയത്ത് ലക്ക് കൊണ്ട് മാത്രമാണ് ആ ഒരു മാച്ചസ് കഴിഞ്ഞ് പോകുന്നത്. പക്ഷെ അതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു പൊസിഷനിലേക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല? കാരണം ഒരുപാട് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ബാക്ക് മിസ്റ്റേക്കുകൾ മാത്രമേ എനിക്ക് ചില സമയത്ത് ഞാൻ തന്നെ ചിന്തിച്ചു, എന്തിനാണ് റിയൽ മാഡ്രിഡ് പോലത്തെ ഒരു ക്ലബിൽ ലൂക്കാസ് വാസ്കിസ് പോലത്തെ ഒരു പ്ലെയർ അർഹിക്കുന്നുണ്ടോ എന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട്. ചില സമയത്ത് പുള്ളിയുടെ അടുത്ത് പറയുന്ന ആ ഒരു പെനാൾട്ടി സ്പെഷ്യലിസ്റ്റ്. പക്ഷെ പെനാൾട്ടി എന്ന് പറയുന്നത് കളിയുടെ അവസാന നിമിഷത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അത് മാത്രം നോക്കിയിട്ട് ഒരു പ്ലെയറിനെ മെയിൻ സ്ക്വാഡിലേക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി മനസ്സിലാകാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് റിയൽ മാഡ്രിഡിൻ്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ ഇല്ല എന്ന് പറയുന്നത് കാരണം ഓൾറെഡി റിയൽ മാഡ്രിഡ് ഫാൻസിന് തന്നെ അറിയാം, നമ്മൾ അത്രയും സെറ്റല്ല. ഈ ഒരു സ്ക്വാഡിൽ അത്രയും ഫിറ്റായ ഒരു സ്ക്വാഡല്ല ഇപ്പം നിലവിലുള്ളത്. ഇഞ്ചറീസും കാര്യങ്ങളും ഓക്കെ, പക്ഷെ ഉള്ള സ്ക്വാഡ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു മണ്ടൻ കോച്ചുമാണ് ഉള്ളത്. ഇപ്പോൾ സിദാനെ കുറിച്ച് പറയാനാണെങ്കിലും സിദാൻ ഒരുപാട് ഇഞ്ചറീസ് ഉള്ള സമയത്ത് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ക്ലോപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ക്ലോപ്പിന് ഇതുപോലത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചെറിയ രീതിയിലൊന്ന് ഡൗൺ ആവുമായിരിക്കും. പക്ഷെ റിയൽ മാഡ്രിഡിനെ പോലത്തെ ഒരു ക്ലബ്ബ് 20ാം സ്ഥാനത്താണ് ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വെറും ലക്ക് കൊണ്ട് മാത്രം ജയിക്കേണ്ട ഒരു ക്ലബ്ബല്ല റിയൽ മാഡ്രിഡ് എന്നത് പറയുന്നുള്ളത്. അത് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വരും മത്സരങ്ങളിൽ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നെങ്കിൽ എന്തുകൊണ്ടും നെക്സ്റ്റ് ഇയർ സാക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും മച്ച് ബെറ്റർ എന്ന് റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ആരാധകൻ എന്നുള്ള നിലയിൽ എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.